ராஜா, உங்கள் காசை எப்படியாவது கொடுத்துட்றேன். அதுக்காக வீட்டுக்கெல்லாம் வராதிங்க. ഇയാളുടെ വീടാണോ? நேற்றோட உன் டைம் முடிஞ்சு போச்சு. ஃபோனை போட்ட கட் பண்ணுறேன். ராஜா, எப்படியாவது உங்கள் பணத்தை நான் திருப்பி கொடுத்துட்றேன். என்ன நம்புங்க ராஜா. எந்திரி, எந்திரி மேலே உட்கார். உன் வீடு, உன் டைனிங் டேபிளு, உன் சேரு, உட்கார் மயிலு. பாரு மயிலு, பணத்தை கொடு, நான் கண்ணிலே போட மாட்டேன். நல்ல வீடு, உன் பெட்ரூம், அதோட பாத்ரூம் சூப்பர், இட்டாலியன் மார்பிள் சார். நைட்டு கூட அங்கே தான் படுத்தேன். அதனால இந்த கண்ணில் பிஸ் அடிக்கிற நிப்பாட்டு, எங்கள் ஆசை கொடு. எப்படியாச்சும் கொடுத்துட்றேன் ராஜா. ഞാനല്ല കസേര നീങ്ങിയാന്നോണേ. இது வட்டிக்கு சரியாக போச்சு. அப்போ அசல் 2-3 நாளில் தந்துடுறேன். 2-3 இதுவே பொண்டாட்டி பிள்ளைங்க கழுத்தில் இருந்த நகையெல்லாம் கலட்டி கொண்டாந்து கொடுத்து 2-3 3 நாளில் கொடுத்துட்றேன். அது பாயிண்ட் கரெக்டா? காசு ഇത് കറക്റ്റാണ്. പോരെ പോരെ, അല്ലെങ്കിൽ ഇയാൾ ഇനി കറക്റ്റാണെന്ന് ചോദിക്കുമ്പോ അളിയ ജോണെ പണിയാവോ? നീ അതൊന്നും കണ്ട് പേടിക്കണ്ട. കറക്റ്റായിട്ട് കാശ് കൊടുത്ത ഞാൻ അയാളൊന്നും ചെയ്യില്ല. അല്ല നീ കൊടുക്കുമല്ലോ അല്ലേ? വാടാ, നീയല്ലേ പറഞ്ഞത് വട്ടിരാജയുടെ വീടാണ്? എനിക്കെങ്ങനെ അറിയാനാടാ? അഡ്രസ്സ് പറഞ്ഞു, അയാളുടെ വീടാന്നല്ലേ ഞാനും വിചാരിച്ചത്. மயிலே மயிலே இறகு போடணும். 3 நாளில் பணம் வரலன்னு வை, வெளியே நிற்கிறோம், அம்பாஸ்ட்டை தூக்கிட்டு போயிடுவேன். சரி ராஜா. என்னை பற்றி உனக்கு நல்லா தெரியும் மயிலே, பார்த்து பொழைச்சிக்க. நீங்கள் கேட்குற பேக்கேஜ் ரொம்ப ஹை. Sorry, you're not qualified. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4 മാസമായി. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങി മുതലും പലിശയും കുറച്ചടച്ചു. ഇപ്പം തരാം പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞ് വട്ടിരാജയുടെ 2 മാസമായിട്ട് അവധി പറഞ്ഞിരിക്കുക. ഇപ്പോൾ വട്ടിരാജയുടെ ഫോൺ വരുമ്പോൾ എന്ത് പറയുന്ന എനിക്ക് എത്തും പിടിയില്ല. ഇന്നാണ് അവസാനത്തെ ദിവസം. ഇന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വട്ടിരാജ മിക്കവാറും എൻ്റെ കാലിനാവും. ജോണിൻ്റെ അടുത്ത് കാശ് ചോദിച്ചിട്ടുണ്ട്, കിട്ടുമാവും. ജീന. ഞാൻ 6 പഠിക്കുമ്പോൾ അവൾ എൻ്റെ സ്കൂളിൽ 4th ഒന്ന് ജോയിൻ ചെയ്തു. ഞാൻ അവൾ മൈൻഡ് ചെയ്തേയില്ല. കാരണം എൻ്റെ ശ്രദ്ധ ഫുൾ പഠിപ്പിലായിരുന്നു. 2 കൊല്ലത്തിന് ശേഷം അവൾ 6ലെത്തി. ഞാനും അതേ 6 തന്നെയായിരുന്നു. തോൽവിയിലും ഒരു വിജയമുണ്ടെന്ന് എനിക്കന്നാണ് മനസ്സിലായത്.
ചെറുപ്പത്തിൽ ഭംഗിയില്ലാത്ത പെൺപിള്ളേർ വലുതാകുമ്പോൾ ഒടുക്കത്തെ ഭംഗിയായിരിക്കും. ഇവളുടെ കേസിൽ ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു. ജോലി കിട്ടിയതും ഒരു പക്വതയുള്ള ചെറുപ്പക്കാരനായി ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോയി. സിഗരറ്റിൻ്റെ മണം. അത് ഈ വടപള്ളി ജംഗ്ഷനിൽ ഭയങ്കര തീപിടുത്തം. അപ്പോൾ 2 വണ്ടി തമ്മിൽ ഇടിച്ച് ലേറ്റായിപ്പോയി. മണം പോയില്ല, എന്തോ പറയണം. പുല്ല്. എൻ്റെ അമ്മയും ഫ്രണ്ട്സെല്ലാം പറയാറുണ്ട്, ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ഒരുപാട് കഷ്ടപ്പെടുമെന്ന്. കഷ്ടപ്പെടാൻ വരുന്നു. അല്ല, കഷ്ടപ്പെടാൻ വരുന്നു എന്ന് വന്ന നന്നായിരിക്കുമല്ലേ? ഇല്ല, ഒരാഴ്ചയായി. 2 വീക്സ്. 3 ആഴ്ചയായി. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നീ സമയത്തിന് വന്ന ഇഷ്ടമെന്ന് പറയാൻ കാത്തിരിക്കുക. നീ വന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, നാളെ ഞാൻ കറക്റ്റ് സമയത്ത് വരാം. നാളെ ഞാൻ വരുന്നില്ലല്ലോ. ഓ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബോൾട്ടേ, ഞാനോ? 3 ആഴ്ചയായിട്ട് നീ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ വന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ നിനക്ക് വേണ്ടേ? മണ്ടൻ. വേണ്ടല്ലേ? സോറി. തന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഏതായാലും താൻ തന്നെ ഇങ്ങോട്ട് വന്നത് നന്നായി. എന്തു പറ്റിയെങ്കിൽ? എന്തായാലും തൻ്റെ ജോലിക്കാരി ശ്രമിക്കുന്നുണ്ട്, ഒന്നങ്ങോട്ട് ശരിയായിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്. ഓ, നിശ്ചയിച്ചുറപ്പിച്ച ദിവസം തന്നെ തൻ്റെ ജോലി പോയി. അന്ന് മുതൽ കേൾക്കുന്നത് ഈ കാസറ്റ്. എൻ്റെ മണ്ടത്തരത്തിനാണ് ഈ കല്യാണത്തിന് സമ്മതിക്കാൻ തോന്നിയത് തന്നെ. നല്ലൊരു സാലറി ഉള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഉടനെ ശരിയാവും. എപ്പോ? എൻ്റെ മൂക്കി പഞ്ഞു വെച്ചിട്ടാ? എടോ, ഏതൊരു അച്ഛനെ പോലെ സ്വന്തം മകളെ പോറ്റാൻ കഴിയുന്ന ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇനി ഈ ബന്ധത്തിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ, കുറച്ച് ടൈം കൊടുത്തൂടെ? നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ എൻ്റെ പണി നോക്കടി. ഇടക്കേറി അഭിപ്രായം പറയാൻ വന്നേക്കണം. പിന്നെ ഈ SMS അയക്കലും ബീച്ചിൽ പോക്ക് സിനിമയ്ക്ക് പോക്കൊക്കെ ഇന്നോടെ നിർത്തിക്കോണം. പറഞ്ഞു മനസ്സിലായല്ലോ? അതെ അങ്കിളെ. എന്നെ അങ്കിളെന്ന്? ഈ കല്യാണം കഴിച്ചോളാന്ന് ഞാൻ വാക്ക് കൊടുത്തത് അവൾക്കാണ്, അങ്കിളിനല്ല. അവൾ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുത്താൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ഇതെൻ്റെ വീടാണ്. ചായ കുടിച്ചിട്ട് സ്ഥലം കാലിയാക്ക. അമ്മേ, ജിനെ കാണാം. പോട്ടെ, ഞാൻ വിളിക്കാം. ഹലോ. ഹലോ മാത്യു, പപ്പയുടെ മനസ്സ് മാറുമെന്ന് തോന്നുന്നില്ല. 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇനിയെല്ലാം നിൻ്റെ കയ്യിലാണ്. എന്തുപറ്റി? പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് എനിക്കിഷ്ടം. അതുപോലെ നാളെ എന്നെ പെണ്ണാണ് ആൾ വരുന്നുണ്ട്. ഇനി ഇവിടെ എന്നാൽ ശരിയാവില്ല. ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ മാത്യു. ശരി, ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചേക്ക്. നീ ഇപ്പോൾ വീട്ടിൽ നിൽക്ക്. എനിക്കറിയാം നിനക്കിപ്പം ജോലിയില്ല. ജോലി കിട്ടുന്നവരെ ഞാൻ വേണം നോക്കാൻ. പിന്നെ നീ സിഗരറ്റ് വലിക്കും, വെള്ളം അടിച്ച പിച്ചും പെയ്യും പറയും, ഉറക്കത്തിൽ കൂർക്കം വലിക്കും, കഷണ്ടിയാവും. ഇതൊക്കെയല്ലേ? എടി ജീനെ, അതൊക്കെ ഉള്ളത് തന്നെ. പക്ഷേ അതല്ല നിൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട തീരുമാനമാണത്. എൻ്റെ പപ്പ പറഞ്ഞ പോലെ പിന്നീട് ആലോചിക്കുമ്പോൾ ഇതൊരു മണ്ടത്തരമായി പോയെന്ന് തോന്നരുത്. അതുകൊണ്ട് നീ നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി. ഹലോ ജീനെ, ഞാൻ ചേർച്ച് റോഡിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ശരി, ഞാൻ എന്തായാലും ജോണിൻ്റെ ഓഫീസിലേക്ക് പോവാം കാശ് മേടിക്കാം. നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും, ബാക്കി നമുക്ക് വന്നിട്ട് ആലോചിക്കാം. ശരി. ഓക്കെ. ஹலோ அண்ணா. എന്താ മാത്യു, காசு எனக்கு செட்டில் பண்ணுறல்ல? ஜான் கிட்ட கேட்டிருக்கேன், கிடைச்சதுன்னே கால் பண்ணுறேண்ணா. ஜான் கிட்ட கேட்டாலும் சரி, அந்த கிட்ட கேட்டாலும் சரி, இதா தரேன் அந்த தரேன் 1 மாதம் என்னடா பாய்ஸ்டா. இன்னைக்கு தான் உனக்கு கடைசி டேட். மிஸ் ஆச்சு பசங்காண்ட அட்ரஸை பில் அடிச்சிருவேன், அறுத்துருவானு. அண்ணா, ஜான் கால் பண்ணுறா, பேசிட்டு உங்களை கூப்பிடுறேன். என்னை பற்றி உனக்கு நல்லா தெரியும் மேத்யூ, பார்த்து பழச்சிக்கோ. പറ എന്തായി? കാശ് റെഡി ആയിട്ടുണ്ട്, വേഗം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വാ, ഈ ക്ലാസ് ഉള്ള. താങ്ക്സ് ഡാ, ഞാൻ ഉടനെ വരാം. ആ വേമ. ജീനെ, നീ ഇറങ്ങിയോ? അവൾ ഇറങ്ങിയിട. നീ എവിടെയാ ഉള്ളത്? അവൾ ഇറങ്ങിയാവോ? ഫോൺ എടുത്തില്ലേ? அண்ணே 500 சப்ப சாயந்தரத்துக்குள்ள பேலன்ஸ் செட்டில் பண்றேன். என்ன இதா அண்ணே, கிளச்சு பிளேட்டும் பிரேக்கும் கொஞ்சம் வேலை பார்க்கணுண்ணே. எப்போ ரோடுற குறுக்க வந்தாலும் தூக்கி போட்டு போயிட்டே இரு. போடா. ஏய், காசுங்க? I was stuck up in DJ work and stuff, so couldn't touch with you, Raja. உன் பேர் என்ன? Manik. அன்னைக்கு வேறு எதை சொன்னியா? Dude, Manik is my name. ஏய், என்ன தபாய்க்கிறியா? முழு பேர் சொல்ல. Manik Kunnu. Manik Kunnu. நான் கூட மானிக் பாஸ் அவர்னு நினச்சேன். போன வாரமே செட்டில் பண்ணுறேன்னா பணம் கிடைக்கல, பட் டோன்ட் வரி ராஜா, ஐ வில் கிவ் ஆல் த மணி வித் யூ. இந்த ஜானி எசப்பெல்லாம் என்கிட்ட வேணாம். இங்கே வா, இங்கே வாடா. ദൈവമേ, എൻ്റെ പൊന്നു ചേട്ടാ, ഇത് മാത്രം ചോദിക്കരുത്. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ചേട്ടൻ തന്നതാ. ഡോണ്ട് യു നോ ചാക്കോനാർ ജ്വല്ലറി ഫ്രം കേരള? ആ, അപ്പോൾ தர முடியாது. ஏய், ஏதோ உங்கள் அண்ணன் வெயிட்டை நான் ஆளும் தாண்டா நம்பி உனக்கு பணம் கொடுத்துருக்கேன். உன் அண்ணனுக்கு மேட்ரு தெரிய வேண்டாம் நினச்சேன்னு வை. மச்சான 2-2.5 அமௌண்ட் செட்டில் பண்ணு. அண்ணா 2-2.5 2-2.5 2 2 ഈവനിങ് ഐ വിൽ റെഡി യു. പിന്നെ ചേട്ടനോട് പറയരുത്, എൻ്റെ അണ്ണൻ പ്ലീസ്.
forgot. Dude, ഒരു 500 rupees കിട്ടുമോ? ആ അളിയാ, അളിയ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ജോലിയൊക്കെ എങ്ങനെ പോണ്? ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നളിയാ. വേറെന്ത് വിശേഷം? പെങ്ങൾക്ക് സുഖമല്ലേ? അവളവിടെ സുഖമായിട്ടിരിക്കണ്. ഞാനേ ഒരു അത്യാവശ്യത്തിന് ചെന്നൈയിൽ വന്നതാ. അപ്പൊ വിചാരിച്ചു മാത്യുളിന്റെ ഓഫീസൊക്കെ കണ്ട് അളിയനോടൊന്ന് സംസാരിച്ചിട്ട് പോവാന്ന്. അതായത് ഞാൻ ഓഫീസിൽ ലീവാ. പണിയെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കും. എവിടെയാണെന്ന് ഞാൻ ഒന്ന് കണ്ടോളാം. ഓക്കെ, ശരി ശരി. അങ്ങനെ ചരക്കാൻ വിളിക്കണ്ട്. നീ വിളിക്കണ്ട, സൂക്ഷിച്ചോണ്ടെ മട്ടിലേക്ക് കാശ് കൊടുക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണ്ട, ഞാൻ മീറ്റിങ്ങിലായിരിക്കും. ശരി. അവനവരുടെ ഉയിർ കൊണ്ട കളി ചിരിയുടെ കരിവല വിധിക്കുന്ന പിഴയൊരു തടി തരി ദ്വയം പോരമിഴി ചതിപ്പോരിൽ തനിച്ചാണു നീ തകതക ചുവടടിത്താളമുറപ്പിച്ചു കളി പടനില മണിമുടി വിറപ്പിച്ചു എന്ന ജഗത്തിന്റെ കൊടി പറത്തിയിടണം. ആകെ കുഴഞ്ഞല്ലോ. ഇന്ന് അവധി വല്ലതും ആണോ? അതെ, ഹലോ, എങ്ങനെ ഉള്ളിൽ പോണോ? ഉള്ളിൽ പോறது എന്താ വഴിയാപ്പോ സാർ? അയ്യാ, ഇത് മണ്ടവലിയല്ല, MANDAVELI. അപ്പടി പോടുങ്ക. എവിടുന്ന് വന്നു? ഉറക്കപ്പായെന്ന് എഴുന്നേറ്റിക്ക് പോന്നു. ഇത് പോലീസ് സ്റ്റേഷൻ തന്നെയല്ലേ? സാർ, സാർ, என்னப்பா விஷயம்? கம்ப்ளைண்ட் எழுதானே. கம்ப்ளைண்டா சார்? அதில் வார்னிஷ் அடிச்சிருக்கு சார், இன்னும் காயலை, நின்றுட்டே சொல்லுங்க சார். என் பொண்ணை காணோம். ஒருத்தன் மேலே கம்ப்ளைண்ட் கொடுக்கணும். ஏட்டையா பேனாவை பார்த்தீங்களா சார்? தேங்க்யூ சார். உங்கள் பேர் என்ன சார்? ஜோனிக்குட்டி களத்திப்பரம்பில். ஜானிக்குட்டி களத்தில் பெரும்பில். ஆமாம். உங்கள் பொண்ணு பேர் என்ன சார்? ஜீனா. ஜீனா. உங்கள் அட்ரஸ் சொல்லுங்கள். മന്ദവേലി ഡിപ്പോയിൽ നിന്ന് നേരെ പോനാ ഒരു ബ്രിഡ്ജ് വരുമല്ലോ, அந்த பிரிட்ஜ் தாண்டி ஒரு லெஃப்ட் இருக்குது. அப்படியே திரும்பி அங்கிருந்து கொஞ்சம் முன்னாடி போனால் ரைட் இருக்குது. அந்த ரைட்லேயே നിങ്ങൾ കുറേ അങ്ങോട്ടൊക്കെ പോയി കഴിയുമ്പോൾ பெரிய 4 ബിൽഡിംഗ് വരും. അതിലെ കടച്ച ബിൽഡിംഗ് പച്ച പെയിന്റ് അടിച്ച സുബ്ബലക്ഷ്മി അപ്പാർട്ട്മെന്റ്സ്. അതിലെ நம்ம போயிட்டே. தயவு செஞ்சு உங்கள் அட்ரஸையும் டோர் நம்பரையும் சொல்லுங்கள் சார். ரூட் எல்லாம் எனக்கு சொல்ல வேணாம், சொல்லுங்கள் സാർ. അത് ജോണിക്കുട്ടി കളത്തിപ്പറമ്പിൽ 45. சார் உங்கள் வயசை கேட்கல சார், உங்கள் டோர் நம்பர் சொல்லுங்கள் சார். വയസ്സല്ല സാർ, ഡോർ നമ്പർ താൻ 45. 45 4th ക്രോസ് സ്ട്രീറ്റ്,
തേർഡ് മെയിൻ റോഡ്, മന്ദവേലി, ചെന്നൈ 28. ஓகே சார் கொஞ்சம் பார்க்கணும் சார். வாங்க போங்க. எஸ்ஐ உள்ளதான் சார் இருக்காரு. பெயிண்ட் அடிக்கிற வேலை நடக்குதுல்ல சார். உங்களை சார் என்ன பிரச்சனை சொல்லுங்க സാർ എൻ്റെ പേര് ജോണിക്കുട്ടി. ഓ മലയാളിയാണല്ലേ? അതെ സാർ, പക്ഷേ കുറച്ചധികം കാലമായിട്ട് ഞങ്ങൾ ചെന്നൈ തന്നെയാണ്. ആയിക്കോട്ടെ, കാര്യം പറയൂ. യെസ്, സാറിൻ്റെ പേര്? സാർ അങ്ങനെ വിളിച്ചാൽ മതി. സാർ മണി വേണ വന്ന കാര്യം പറ. സാർ എൻ്റെ മോളെ ഒരുത്തൻ തട്ടിക്കൊണ്ടുപോയി. ഓ, എന്നിട്ട് വിവരം വല്ലതും ഉണ്ടോ? സാർ രാവിലെ ഒരു 10 മണിയോട് കൂടി അവൻ എന്നെ വിളിച്ചിരുന്നു. ആര്? തട്ടിക്കൊണ്ടുപോയത്. അത് ശരി. വല്ലതും ഡിമാൻഡ് ചെയ്തോ? ഐ മീൻ ക്യാഷ് വല്ലോ? ഇല്ല സാർ, അവൻ ക്യാഷ് ഒന്നും ചോദിച്ചിട്ടില്ല. കാശൊന്നും ചോദിച്ചില്ലേ? ഇനി പെണ്ണിനെ വിൽക്കാനോ വല്ലോ ആയിരിക്കും. അയ്യോ സാർ. എന്ത് പറ്റി? അയ്യോ സോറി മിസ്റ്റർ ജോണിക്കുട്ടി, അല്പം വെള്ളം കുടിക്കുന്നോ? വേണ്ട സാർ. ഓ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് സംശയമല്ല സാർ, പിന്നെ ഉറപ്പാണ്. എന്റെ മോളെ സ്നേഹിച്ചിരുന്നവൻ മാത്യു, അവനാണ് എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്. ഓ, എനിക്ക് അവന്റെ നമ്പർ അറിയാം സാർ. സാർ 9711 9711 48 932 മാത്യു. മാത്യു. ഓക്കെ, മകളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഉണ്ട് സാർ. എടുക്ക്. സാർ ജീന, ഇതാണ് എൻ്റെ മോൾ. സാർ സാർ അവരെ ഏൽപ്പിക്കാതെ സാറ് തന്നെ എത്രയും വേഗം അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം. മിസ്റ്റർ ജോണിക്കുട്ടി ധൈര്യമായിട്ട് പോയിക്കോളൂ. ഇന്ന് വൈകുന്നേരത്തിനകം ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും. താങ്ക് യു സാർ. താങ്ക് യു. ഹലോ. ഹലോ മാത്യു, എവിടെയാ നീ? ജീന, പറ, എന്ത് പറ്റി? വട്ടരാജി കൊടുക്കാണ്ടിരുന്ന പൈസ ഒരുത്തൻ അടിച്ചോണ്ട് പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. മാത്യു, നീ ടെൻഷൻ അടിക്കല്ലേ. എന്തായാലും നീ ഇങ്ങോട്ട് വാ, നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ஹலோ அண்ணா. ഫോൺ അടിച്ചെടുക്ക മാട്ടേ, പെരിയ പർപ്പടാ നീ. ജോണിക്കിട്ട് കാശ് വാങ്ങി വരുമ്പോൾ ഒരുത്തൻ അടിച്ചിട്ടാണ്. இதுக்குதான் பாரு, இன்னும் கொஞ்ச நேரத்தில் அதே அடிச்சதா சொல்லுவேன். உனக்கு ஒண்ணுதான் எனக்கு ஒண்ணுதான். இந்த பூ சுத்துற வேலையெல்லாம் என்கிட்ட வேண்டாம். 1 பாயிண்ட், சாயந்தரம் 5 மணி வரைக்கும் தான் உனக்கு டயம். வட்டியும் அசலு வரணும். சொதப்புச்சு நீ எந்த பொந்துல இருந்தாலும் உன்னை தூக்கிடுவேன். இதுக்கு 2 பாயிண்டே இல்லடா.